മാന്യ പ്രേക്ഷകരെ നമസ്കാരം. എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ അതിശക്ത മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഈ മൺസൂൺ മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടായ പത്തനംതിട്ട, റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിൽ അലർട്ടായിട്ടിരിക്കണമെന്നും ഇന്ന് രാത്രിയും അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ പ്രവചനം പറയുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് എല്ലാവരെയും അറിയിച്ചിട്ടുള്ളത്. രാത്രിയിൽ സഡൻ ബ്രേക്ക് ത്രൂ, സഡനായിട്ട് മേഘവിസ്ഫോടനമുണ്ടായിട്ട് പെട്ടെന്ന് വെള്ളം വന്ന് നിറയുന്ന കാഴ്ചയാണ് നമ്മളേവരും ഇപ്പോൾ കണ്ടത്. 2018 ഇത് തന്നെയാണ് സംഭവിച്ചത്. 2018 സംഭവിച്ചതിൽ ഡാമുകളിൽ വെള്ളം നിറഞ്ഞു കിടന്നുകൊണ്ട് ഡാമുകളിൽ വെള്ളം ശേഖരിക്കുവാൻ കഴിഞ്ഞില്ല. ചെറിയ ഡാമുകൾ തുറന്നു വിടേണ്ടി വരുന്നു. ചെറിയ ഡാമുകൾ തുറന്നു വിട്ടില്ലെങ്കിൽ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഭയാനകമായ ഡിസാസ്ട്രസ്, വെള്ളം കവിഞ്ഞൊഴുകി ദുരിത പാർശ്വഫലങ്ങൾ ഉണ്ടാകും. അതിനാൽ ചെറിയ ഡാമുകൾ അതിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്നു വിടുന്നത്. വലിയ ഡാമുകളിലെല്ലാം പകുതിയിൽ പോലും വെള്ളമില്ല. അത് അതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറവായതുകൊണ്ട് കറണ്ട് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം സംഭരിക്കുന്നതിന് വലിയ ഡാമുകളിൽ വെള്ളം വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത്. ഈ മേഘവിസ്ഫോടനം നടക്കുന്നത് ചെറിയ പോക്കറ്റ് റെയിൻസ്, അതായത് മഴ മേഘങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൂടുകയും പെട്ടെന്ന് ആ പ്രദേശത്ത് മഴ പെയ്യുകയും വേറെ ചില പ്രദേശങ്ങളിൽ മഴയുണ്ടാകുകയില്ല. ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് പോക്കറ്റ് ക്ലൗഡ്സ് ബേസ്റ്റ് മുഖേന ഉണ്ടാകുന്നത്. പാസിംഗ് ഷവേഴ്സ് അല്ലെങ്കിൽ കടന്നു പോകുന്ന മഴ എന്ന് പറയും. അതിശക്തമായ മഴ പെട്ടെന്ന് പെയ്യും, അതിനുശേഷം മഴ അവസാനിക്കും. ഭയങ്കരമായ ശക്തമായ മഴ, അതിശക്തമായ മഴയാണ് ഇത്. വെള്ളം ഒരുപാട് ഉണ്ടാവും ഈ മഴയിൽ. അല്ലാതെ വയനാടൻ മഴ പോലെ ഡ്രിസ്ലിംഗ്, ചെറുതായിട്ട് നൂൽ മഴ എന്നൊക്കെ പറയുന്ന പോലെയുള്ള മഴയല്ല. അതിൽ വെള്ളം വളരെ കുറവാണ്. മറ്റേതങ്ങനെയല്ല, അതിശക്തമായി ഒറ്റ പെയ്താണ് അങ്ങനത്തെ മഴയാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മഴ പെയ്യുന്ന വെള്ളങ്ങൾ ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് നദികളും മറ്റും മണലും ഒക്കെ നിറഞ്ഞ് ചെളിയും ഒക്കെ നിറഞ്ഞ് അത് ഒഴുകാനുള്ള സ്ഥലമില്ല. ഇങ്ങനെ ഒഴുകാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഈ വെള്ളം പരന്നൊഴുകി മുഴുവനും കരയിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ നദിയിലെ മണലൊക്കെ വാരി നദിയുടെ ആഴങ്ങൾ കൂട്ടിയാൽ, നമ്മളൊരു റോഡ് പണിത് കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ കാനയില്ലെങ്കിൽ വെള്ളം പരന്നൊഴുകി റോഡ് നാശമാകും. അതേപോലെ വെള്ളം പരന്നൊഴുകാതെ കാന വഴി ഒഴുകി കഴിഞ്ഞാൽ സൈഡിൽ കൂടി ഒഴുകുകയുള്ളൂ, റോഡിന് നാശം വരില്ല. ഇതുപോലെ മണൽ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മണലിന് വില കിട്ടുകയും കേരളത്തിൻ്റെ എക്കോണമിക്ക്, സർക്കാരിന് ധാരാളം നികുതി കിട്ടുകയും ചെയ്യും. അത് കൊള്ളത്തരവും കാണിക്കാതെ നാടിൻ്റെ നന്മയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും. കഴിഞ്ഞ ഗവൺമെൻറ് കമ്മീഷൻ പറ്റിക്കൊണ്ട് തൽപര കക്ഷികൾ പാറമടക്ക് മണൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറമടക്കാർക്ക് നഷ്ടം വരും. അതിനാൽ പാറമടകൾക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ട് പാറയെല്ലാം ഇടിച്ചു പൊട്ടിച്ച് പരിസ്ഥിതി നാശവും വരുത്തി മണലുകളെല്ലാം നിറഞ്ഞ് തടാകങ്ങളും അതേപോലെ നീർച്ചാലുകളും അതേപോലെ വെള്ളം സംഭരിച്ചിരിക്കുന്ന ഡാമുകളെല്ലാം മണൽ നിറഞ്ഞു കിടക്കുന്നു. ഈ മണലൊക്കെ നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം ദുരിതങ്ങൾ കുറയുകയും ചെയ്യും. വെള്ളം വാർന്നൊഴുകി പെട്ടെന്ന് തന്നെ നദികളിലേക്ക് എത്തുകയും നദികളിൽ നിന്ന് ഡാമുകളിലെത്തുകയും ഡാമുകളിൽ നിന്ന് വെള്ളം കടലിൽ പതിക്കുകയും ചെയ്യും. നാശനഷ്ടങ്ങൾ കുറയുകയും ചെയ്യും. ഇതൊക്കെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം. സ്വന്തം നന്മ മാത്രം വീക്ഷിച്ച് കൊള്ളത്തരവും നടത്തിയുന്ന ഗവൺമെൻറ്റുകൾ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നടക്കുകയില്ല. ഇത് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനും അവരുടെ കാലാകാലാന്തരങ്ങളായി ജനറേഷൻ ടു ജനറേഷൻസ് അർമാദിക്കാനുള്ളത് മാത്രമേ അതുകൊണ്ട് ഉണ്ടാകുകയുള്ളൂ. ഇതൊക്കെയാണ് നാടിൻ്റെ നാശത്തിന് കാരണം. എന്നൊക്കെ ഗവൺമെൻറ് നല്ല വിദഗ്ധ സമിതിയെ വെച്ച് പഠിച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മണലൊക്കെ വിനിയോഗിക്കാൻ പറ്റും. അല്ലാണ്ട് കരിമണൽ ഖനനവും ക്വാറി ഖനനവും ആയിട്ട് പരിസ്ഥിതി ദോഷം വരുത്തി നാട് മുടിപ്പിച്ച് നാട് വിടുക എന്നുള്ള സിദ്ധാന്തം മാറ്റിയാൽ മാത്രമേ നാട് നന്നാവുകയുള്ളൂ. സുഹൃത്തുക്കളെ, എന്താണേലും വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ഇനിയും ഒരു 5 ദിവസത്തേക്ക്
വലിയ പ്രശ്നമില്ലാതെ കഴിഞ്ഞ് വീണ്ടും ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പാർശ്വഫലമായിട്ടാണ് ഈ മഴയുണ്ടാകുന്നത്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.